أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? വീട്ടിലൊക്കെ റാഹത്ത് തന്നെ? ഉഷാറായി പോണില്ലേ കാര്യങ്ങളൊക്കെ? ആർക്കും അസുഖം കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? പഠിച്ചവനൊക്കെ ശിവാക്കി തരട്ടെ. കുടുംബത്തിലാർക്കും ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ലല്ലോ? അത് നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാക്കി തരട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് പഠിച്ച് നമുക്ക് തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാരിക്കുക. എല്ലാ കാര്യത്തിലും പഠിച്ചവനൊക്കെ ഹൈറാക്കി തരും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. എവിടെന്നെങ്കിലൊക്കെ കണ്ടുമുട്ടുന്ന സമയത്ത് സലാമൊക്കെ പറയുക. അതുപോലെ നമുക്കൊക്കെ വേണ്ടി എപ്പോഴും ദ്വാരിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ വേറെ എന്തൊക്കെ പുതിയ വിശേഷങ്ങളൊക്കെ? നാട്ടിലൊക്കെ എല്ലാവർക്കും സുഖവും സന്തോഷവും സുഖവും സൗഖ്യമൊക്കെ ആണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊക്കെ പഠിച്ചോ? അല്ല, സിമ്പിൾ പാഠങ്ങളാണല്ലോ നമ്മളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമായി ഇടപഴകുന്ന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നും മറക്കൂലെന്ന് എനിക്കറിയാം. മറക്കരുത് കേട്ടോ. അതൊക്കെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ്, എന്നും എപ്പോഴും ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്? എന്താണ് ചർച്ച ചെയ്തിരുന്നത്? പാഠം ഏതാന്ന് ഓർമ്മ ഉണ്ടോ? ഏതാ? അൽ ഖർദ് അല്ലേ? കടം കൊടുക്കുക, കടം വാങ്ങുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊന്ന് പറഞ്ഞുകൂടെ നമുക്ക്? നമുക്ക് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞതെന്നുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കടം വാജിബാകുന്ന, സുന്നത്താകുന്ന, കൊടുക്കൽ ഹറാമ്, വാങ്ങൽ ഹറാമാകുന്നൊക്കെ സന്ദർഭങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കടം വാങ്ങുന്ന ആൾ വളരെ നിർബന്ധിതനാണെങ്കിൽ അയാൾക്ക് കടം വാങ്ങിയ നിർവാഹമുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് കടം കൊടുക്കലും നിർബന്ധമാണ്. അത്ര നിർബന്ധിതമൊന്നും അല്ലെങ്കിൽ സുന്നത്താണ് അയാൾക്ക് കടം കൊടുക്കുക എന്നുള്ളത്. അയാൾ ആ കടം വാങ്ങിയിട്ട് അത് ഹറാമിൽ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കൽ ഹറാമാണ്. വാങ്ങുന്ന ആൾക്ക് തോന്നുന്നുണ്ട് പഠിച്ചറപ്പം എനിക്കിത് വീട്ടാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ അവൻ കടം വാങ്ങലും ഹറാമാണ്. എപ്പോഴാണ് കടം കൊടുക്കലും വാങ്ങലൊക്കെ സ്വീകാര്യമാവുന്നത്? ഖാഖറൽത്തു കഹാദ, ഞാൻ നിനക്ക് കടം തന്നു എന്നുള്ളൊരു ഈജാബ് അല്ലേ? ഞാനത് സ്വീകരിച്ചു. ഇഖ്തറൽത്തു, ഞാനത് സ്വീകരിച്ചു എന്നുള്ളൊരു കബൂല്. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് കടം കൊടുക്കുക എന്നുള്ള സംഗതി റെഡിയാവുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്താ പറയുക? നമ്മൾ ആകാംക്ഷ ഇല്ല നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നെടുക്കാനുള്ളതെന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. റെഡിയാണല്ലോ? ഇൻഷാ അല്ലാഹ്. وإنما يجوز الإقراض من أهل التبرع فيما يسلم فيه من حيوان وغيره. يملك المقترض القرض بقبض بإذن مقرض وجاز لمقرض استرداد لما أقرضه حيث بقي بملك المقترض.
വയജിബു അലൽ മുഖ്തരിദി റദ്ദുൽ മിസ്ലി ഫിൽ മിസ്ലിയി കന്നഖദി വൽ ഹുബൂബി വറദ്ദുൽ മിസ്ലി സൂറതൻ ഫിൽ മുതഖവ്വിമി കൽ ഹയവാനി വസ്സിയാബി. ഇതാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. മനസ്സിലായിട്ടില്ലല്ലോ? ഇല്ലല്ലോ? ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സാഗൂതം സശ്രദ്ധം ശ്രവിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇൻഷാ അല്ലാഹ്. എന്താ നമ്മളിന്ന് പറഞ്ഞത്? ഇന്നെന്താ പറയാൻ പോകുന്നത്? ആരൊക്കെയാണ് കടം കൊടുക്കാൻ പറ്റിയ ആൾക്കാർ? എന്താ നമ്മൾ കടം കൊടുക്കുക? എന്തിലേക്കാണ് കടം എന്നുള്ളത് ശരിയാവുക? കടം വാങ്ങിയാൽ പിന്നെ നമ്മൾ എന്താ തിരിച്ചു കൊടുക്കുക? ഇതൊന്നും നമ്മളിതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട നമുക്ക്. അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ വായിക്കും, അർത്ഥം വെച്ച് തരും. നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിക്കും സംശയമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇൻഷാ അല്ലാഹ്. വ ഇന്നമാ യജൂസുൽ ഇഖ്റാലു, വ ഇന്നമാ അപ്പോൾ തീർച്ചയായും, യജൂസുൽ ഇഖ്റാലു, യജൂസുൽ ഇഖ്റാലു കടം കൊടുക്കുക എന്നുള്ള ആ സംഗതി ശരിയാവൽ, മിൻ അഹ്ലി തബറോയി, മിൻ അഹ്ലി തബറോയി ഫീമാ യുസ്ലമു ഫീഹി മിൻ ഹയവാനിൻ വഗൈരിഹി. മിൻ അഹ്ലി തബറോയി സാമ്പത്തികമായിട്ട് ധനസഹായം ചെയ്യാൻ അർഹരായവരിൽ നിന്നാണ് ഇത് സ്വീകരിക്കുക. അപ്പം അതിന് അർഹരാവണം. തബറ എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കാതെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും. ആ ഒരു പരിപാടിക്കാണ് തബറ എന്ന് പറയുക. അങ്ങനെ കൊടുക്കുന്ന പരിപാടിക്ക്, ആ പ്രവർത്തനത്തിന് ആണ് തബറ എന്ന് പറഞ്ഞാൽ. അപ്പം മിൻ അഹ്ലി തബറോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ അർഹരായവരിൽ നിന്നേ അത് സ്വീകരിക്കൂ. അപ്പം അങ്ങനെ കൊടുക്കാൻ അർഹരല്ല, അങ്ങനെ സ്വീകരിക്കൂല, അത് സാധുവാവൂല. മജ്നൂന് അവരുടേത് ശരിയാവോ? ഇല്ല, ശരിയാവൂല. അപ്പം ഇത് സ്വീകരിക്കൽ ഇന്നമാ യജൂസുൽ ഇഖ്റാലു മിൻ അഹ്ലി തബറോയി, തീർച്ചയായും ഇഖ്റാല് അഹ്ലി തബറോയിൽ നിന്ന് മാത്രമാണ് സാധുവാകുക. മിൻ അഹ്ലി തബറോയി, അഹ്ലി തബറോയിൽ നിന്നാണ്. അഹ്ലി തബറോ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ധനസഹായം നൽകാൻ അർഹരായവർ, അല്ലേ, മറ്റുള്ളവർക്ക് നൽകാൻ അർഹരായവർ. മിൻ അഹ്ലി തബറോയി, സഹായം നൽകാൻ അർഹരായവരിൽ നിന്നാണ് അത് സ്വീകരിക്കുക. ഫീമ യുസ്ലമു ഫീഹി, ഏൽപ്പിക്കപ്പെടുന്ന ഒന്നിൽ, ഫീമ ഒന്നിൽ, യുസ്ലമു അത് ഏൽപ്പിക്കപ്പെടും, ഫീഹി ആ ഒന്നിൽ. അങ്ങനത്തെ കാര്യത്തിലാണ് എന്ത് പറ്റുക? ഇഖ്റാലും പറ്റുക. ഫീമ യുസ്ലമു ഫീഹി മിൻ ഹയവാനിൻ വഗൈരിഹി. അപ്പം സലമ് കച്ചവടം പറ്റുന്ന വസ്തുക്കളിലാണ്, മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു വസ്തുവിലാണ് എന്തുണ്ടാവുക? ആ ഭാഗം ഒന്ന് കട്ട് പ്ലീസ്. വ ഇന്നമാ യജൂസുൽ ഇഖ്റാലു, ഇഖ്റാൽ സാധുവാവൽ മിൻ അഹ്ലി തബറോയി, തബറോയിൻ്റെ ആളുകളിൽ നിന്നാണ്. അപ്പോൾ അഹ്ലി തബറോ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ധനം മറ്റുള്ളവർക്ക് നൽകാൻ അർഹരായവർ. തബറ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർക്ക് നൽകാൻ അർഹരായവരിൽ നിന്നാണ്. സ്വന്തം സമ്പാദ്യം എടുത്തിട്ട് മറ്റുള്ളവർക്ക് നൽകാൻ അർഹരായവരുണ്ട്, അവർക്ക് ഇത് സാധ്യമാവൂ, അവർക്ക് ഇത് സാധുവാവൂ. എന്തിൽ? ഫീമ യുസ്ലമു ഫീഹി മിൻ ഹയവാനിൻ വഗൈരിഹി, ഫീമ ഒന്നിൽ, യുസ്ലമു ഫീഹി ആ ഒന്നിൽ സലമ് ജായിസാകും. ഫീമ യുസ്ലമു ഫീഹി മിൻ ഹയവാനിൻ വഗൈരിഹി, ഹയവാൻ മൃഗമല്ലാത്തത്. അപ്പോൾ ഹയവാന് പോലത്തെ വസ്തുക്കൾ, ജീവികൾ അല്ല, മൃഗങ്ങളെ പോലെയുള്ള ജീവികൾ, അതുപോലെ സാധനങ്ങൾ. അപ്പം സലമ് കച്ചവടം സാധ്യമാകുന്നതിലെല്ലാം എന്തും പറ്റും? കറലും പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത്. യംലിക്കുൽ മുഖ്തരിദു, മുഖ്തരിദ് ഉടമപ്പെടുത്തും. അൽ ഖർല, യംലിക്കുൽ മുഖ്തരിദ് ഉടമപ്പെടുത്തും. അൽ ഖർല ബി ഖബ്ലിൻ ബി ഇദ്നി മുഖ്രിദിൻ, യംലിക്കു ഉടമപ്പെടുത്തും. അൽ മുഖ്തരിദു കടം വാങ്ങുന്നവൻ. അപ്പോൾ എൻ്റെ പോക്കറ്റിലൊരു പേനുണ്ട്, ആ പേന ഞാൻ നിനക്ക് തന്നു. എൻ്റെ പോക്കറ്റിലൊരു പേനുണ്ട്, അത് ഞാൻ നിനക്ക് നൽകി. ഈ പേന ഇപ്പോൾ ആരുടെ അടുത്തുണ്ടാവുക? എൻ്റെ അടുത്തോ അതോ വാങ്ങിയ ആളടുത്തോ? വാങ്ങിയ ആളടുത്തുണ്ടാവുക. ഞാൻ അയാൾക്കത് കൊടുക്കുന്നതോടുകൂടി അത് അയാളെ ഉടമസ്ഥതയിലായി.
ഞാൻ ഈ പേന അവനക്ക് കൊടുക്കുന്നതോടുകൂടി ഈ പേന ആരുടെ ഉടമസ്ഥതയിലാണ്? അവൻ്റെ ഉടമസ്ഥതയിലാണ് അല്ലേ? കാരണം ഞാൻ അവനക്ക് കൊടുത്തിട്ടുണ്ട് ആ സംഗതി. അതാണ് പറഞ്ഞത്. യം ലീക്കു ഉടമപ്പെടുത്തും അൽ മുഖത്തരിതു കടം വാങ്ങിയവൻ. ഞാനാണ് കടം കൊടുത്തത്, അപ്പുറത്തുള്ള കുട്ടി അവനാണ് വാങ്ങിയത്. അപ്പം കടം കൊടുത്താൾ ഞാൻ, മുഖത്തരിത് കടം സ്വീകരിച്ചവൻ അപ്പുറത്തുള്ള കുട്ടിയാണ്. യം ലീക്കുൽ മുഖത്തരിതു, അപ്പോൾ ആ മുഖത്തരിത് കടം വാങ്ങിയവൻ അവൻ ഉടമപ്പെടുത്തും അൽ കർല ഞാൻ കൊടുത്ത ഈ കടത്ത് ബിഖബുലിൻ ഞാൻ അവൻക്കത് കൊടുത്തു, അവൻ സ്വീകരിച്ചു. അതോടുകൂടെ കബുലുൻ ആ പിടിക്കലോടുകൂടി, അത് സ്വീകരിക്കലോടുകൂടെ. അതെങ്ങനെ ഇതിന് മുക്കരിലിൻ എൻ്റെ സമ്മതത്തോടു കൂടി ആയിരിക്കും സ്വീകരിക്കുക. എൻ്റെ പോക്കറ്റിലുള്ള പേന ഞാൻ അവനക്ക് കൊടുക്കുന്നുവെങ്കിൽ, എൻ്റെ പേന ഞാൻ അവന് കൊടുക്കുന്നുവെങ്കിൽ, ആ കുട്ടിക്ക് കൊടുക്കുന്നുവെങ്കിൽ ആ കുട്ടി എൻ്റെ സമ്മതത്തോടു കൂടി അത് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചാൽ പിന്നെ അത് അവൻ്റെ ഉടമസ്ഥതയിലായി. എനിക്കൊരു കപ്പലുണ്ട്, ഞാൻ ആ കപ്പൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ കപ്പലണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതോടുകൂടി അതവൻ്റെ കീഴിലായി അല്ലേ? അവൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ അവൻ കൊടുത്താൽ പിന്നെ അത് അവൻ്റെ ഉടമസ്ഥതയിലായി. ബിഖബലിൻ ബിഇദ്നി മുഖരിലിൻ, മുഖരിലിൻ്റെ കടം കൊടുക്കുന്നവൻ്റെ സമ്മതത്തോടു കൂടി. അപ്പോൾ സമ്മതം വേണം അല്ലേ? സമ്മതം ഇല്ലാതെ പറ്റൂല. വജാസലി മുഖരിലിൻ ഇസ്തിർദാദുൻ ലിമാ അഖറലഹു. അപ്പം ഞാൻ ഈ സംഗതി അവനക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, കടമായിട്ട് കൊടുത്തതാണ്. എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ തിരിച്ചു ചോദിക്കും ചെയ്യാം കേട്ടോ, തിരിച്ചു വാങ്ങും ചെയ്യാം. വജാസ അനുവദനീയമാണ്. ലി മുഖരിലിൻ കടം കൊടുത്തവനെ. ആരാ കടം കൊടുത്തത്? ഞാനാണ് കടം കൊടുത്തത്. ആർക്ക് കടം കൊടുത്തത്? ആ കുട്ടിക്കാണ് കടം കൊടുത്തത്. അപ്പൊ മുഖരിത് ആരാ? ഞാൻ. കടം സ്വീകരിച്ചാണ് മുഖത്തരിത് അതാരാ? ആ കുട്ടി. കുട്ടി? ആ കുട്ടി. ജാസ ജായിസാണ് ലി മുഖരിലിൻ കടം കൊടുത്തവന് ജായിസാണ്. ഇസ്തിർദാദുൻ 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 തിരിച്ചു വാങ്ങൽ ജായിസാണ്. ലിമ ഒന്നിനെ അഖറലഹു ആ ഒന്നിനെ അവൻ കടം കൊടുത്തിരിക്കുന്നു. ഹൈസു ബഖയ ബി മിൽക്കിൽ മുഖത്തരിലി അത് കടം വാങ്ങിയവൻ്റെ മിൽക്കിലായിരിക്കുന്നിടത്തോളം കാലം. ഞാൻ അവനക്കൊരു പേന കടം കൊടുത്താൽ അവൻ എനിക്കൊരു പേന തിരിച്ചു തരും അല്ലേ? വേറൊരു പേന തിരിച്ചു തരും. അപ്പോൾ ഈ പേന അവൻ്റെ അടുത്തുനിന്നുണ്ടെങ്കിൽ എനിക്ക് ആ കടം കൊടുത്ത പേന തിരിച്ചു വാങ്ങാവുന്നതാണ്. പക്ഷെ അത് അവൻ്റെ മിൽക്കിലാണെങ്കിൽ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഞാൻ അവനക്കൊരു പേന കൊടുത്തു, അവനെ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ മിൽക്കിൽ നിന്ന് പോയി, പിന്നെ എനിക്കത് തിരിച്ചു വാങ്ങാൻ പറ്റൂല. അത് തിരിച്ചു വാങ്ങാൻ പറ്റുക കൊടുത്ത സാധനം അല്ല, അത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ ഉടമസ്ഥതയിലാവുന്നിടത്തോളം കാലം അത് തിരിച്ചു വാങ്ങാം. അവൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് അത് പോയാലോ പിന്നെ നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അതാണ് പറഞ്ഞത്. വജാസ ജായിസാണ് ലി മുഖരിലിൻ മുഖരിലിന് ജായിസാണ്. ഇസ്തിർദാദുൻ മടക്കി വാങ്ങൽ ജായിസാണ്. അപ്പോൾ ഞാൻ അവനക്ക് പേന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേന അവൻ്റെ ഉള്ളിടത്തോളം കാലം അല്ലേ, അവൻ്റെ അടുത്തുള്ളിടത്തോളം കാലം എനിക്ക് ആ പേന തിരിച്ചു വാങ്ങാം. അത് അവൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് പോയി. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് എനിക്ക് തിരിച്ചു കിട്ടൂല. കാരണം ആ സാധനം അവൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് മിസ്സായിട്ട് അത് തിരിച്ചു വാങ്ങാൻ പറ്റൂല എന്നർത്ഥം. വജാസലി മുഖരിലിന് ജായിസാണ്. ഇസ്തിർദാദുൻ മടക്കി വാങ്ങൽ. എന്തിനെ മടക്കി വാങ്ങൽ? ലിമാ അഖറലഹു അവൻ കടം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പറ്റും. ഹൈസു ബഖയ അത് ബാക്കിയാവുന്നിടത്തോളം കാലം ബി മിൽക്കിൽ മുഖത്തരിലിൻ്റെ മിൽക്കിൽ. അപ്പം ഞാൻ അവനക്കൊരു പേന കൊടുത്തു, അവൻ്റെ കയ്യിൽ ആ പേന ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴോ തിരിച്ചു വാങ്ങാം. ഇനി പേന അവൻ്റെ മിൽക്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പേന ഞാൻ കൊടുത്ത സാധനം തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ഇല്ല, അത് എനിക്ക് കിട്ടൂല. കാരണം അവൻ്റെ മിൽക്കിൽ നിന്ന് പോയിട്ടുണ്ട്. പകരം അവന് വേറെ പേന നമുക്ക് വാങ്ങി തരും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ക്രയവിക്രയങ്ങളൊക്കെ നടത്താൻ സാമ്പത്തികമായിട്ടുള്ള മറ്റുള്ളവർക്ക് ധനസഹായമൊക്കെ നൽകാൻ അർഹതയുള്ള ആളുകളുണ്ടാവും. അഹ്ലു തബറു എന്ന് പറയും. ചോദിക്കാതെ തന്നെ മറ്റുള്ളവർക്ക് സമ്പത്ത് കൊടുക്കാൻ അർഹരായവർ. അങ്ങനെ കൊടുക്കാൻ അർഹരായവരിൽ നിന്ന് എന്തു സ്വീകരിക്കുള്ളൂ? കടം കൊടുക്കുക എന്നുള്ള പദ്ധതി ആ പരിപാടി സ്വീകരിക്കുള്ളൂ. ഇപ്പോൾ മജ്നൂൻ ഭ്രാന്തന്മാരെ പോലുള്ളവരൊന്നും അതിൽ പെടൂലെന്നർത്ഥം. അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് കടം കൊടുക്കുക എന്നുള്ള ആ ഒരു പരിപാടി സ്വീകരിക്കൽ, സാധുവാവൽ, ശരിയാവൽ അല്ലേ? ശരിയാവൽ. അങ്ങനെ കടം കൊടുത്താൽ ഞാൻ കൊടുത്ത സാധനം അയാളുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയവൻ്റെ അടുത്തുള്ളിടത്തോളം കാലം എനിക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ്. അവൻ്റെ ദിമ്മത്തിൽ നിന്ന് അത് പോയാൽ പിന്നെ ആ സാധനം നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. പകരം വേറൊരു സാധനം നമുക്ക് തിരിച്ചു തരും. അതാണല്ലോ കടം. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. മനസ്സിലായോ? വയജീബു ബാക്കി പറയട്ടെ, വായിക്കട്ടെ, വിശദീകരിക്കട്ടെ. റെഡിയല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ. വയജീബു അലൽ മുഖത്തരിലിൻ്റെ മേൽ നിർബന്ധമാണ് റദ്ദുൽ മിസ്ലി ഫിൽ മിസ്ലി. അപ്പോൾ കടം വാങ്ങിയാൽ മിസ്ലിയിൽ അതുപോലത്തെ തന്നെ തിരിച്ചു കൊടുക്കണം. ഉദാഹരണം നാണയം അല്ലേ, നെക്കതുകൾ. അപ്പോൾ നെക്കത് ദീനാർ വാങ്ങിയാൽ ദീനാറിന് കൊടുക്കാം, കാരണം മിസ്ലിയാണ്.
ദിർഹമാണെങ്കിൽ ദിർഹമിനെ കൊടുക്കാം അല്ലേ. കന്നഖദി വൽ ഹുബൂബി, അരിയാണ് നമ്മൾ വാങ്ങിയത്, അപ്പോൾ അരി തന്നെ തിരിച്ചു കൊടുക്കാം. കടലയാണ് വാങ്ങിയത്, കടല തന്നെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ വയജിബു, നിർബന്ധമാണ്, അലൽ മുഖ്തരിദ്, കടം വാങ്ങിയവൻ്റെ മേൽ നിർബന്ധമാണ്, റദ്ദുൽ മിസ്ലി, അതുപോലത്തെ തന്നെ തിരിച്ചു കൊടുക്കണം, ഫിൽ മിസ്ലി, അതുപോലത്തത് കൊടുക്കാവുന്ന സാധനങ്ങളിൽ, അതുപോലത്തത് കൊടുക്കാവുന്ന സാധനങ്ങളിൽ അതുപോലത്തത് തന്നെ കൊടുക്കണം. കന്നഖദി, നഖദ് പോലെ, അപ്പോൾ ദിർഹമാണ് ദിർഹം, ദിനാറാണ് ദിനാർ കൊടുക്കണം. വൽ ഹുബൂബി, ധാന്യങ്ങളെപ്പോലെ, അപ്പോൾ അരി പയർ ഗോതമ്പൊക്കെ അതിൽപ്പെടും. അപ്പോൾ ഗോതമ്പ് വാങ്ങിയാൽ നമുക്ക് ഗോതമ്പ് തന്നെ കൊടുക്കാം, കാരണം സെയിം സാധനമാണ്, മിസ്ലിയാണ്. വറദ്ദുൽ മിസ്ലി സൂറത്തൻ ഫിൽ മുതഖവ്വിമി, വറദ്ദുൽ മിസ്ലി സൂറത്തൻ ഫിൽ മുതഖവ്വിമി, മുതഖവ്വിം എന്നാൽ വില മതിക്കുന്ന സാധനങ്ങളാണെങ്കിൽ ആ സൂറത്തിൽ യോജിച്ചാൽ മതി, അതേ വിലയിലുള്ള മറ്റൊരു കോലം. വറദ്ദുൽ മിസ്ലി, മിസ്ലി മടക്കണം, സൂറത്തൻ കോലത്തിൽ, ഫിൽ മുതഖവ്വിമി, മുതഖവ്വിമായ സാധനങ്ങളിൽ, കൽ ഹയവാനി, അപ്പോൾ പശുവിനെ വാങ്ങി അതേപോലത്തെ പശു നമുക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതേ വിലയുള്ള മറ്റൊരു പശു നമുക്ക് കൊടുക്കാൻ പറ്റും, അപ്പോൾ സൂറത്തിൽ അത് യോജിച്ചിട്ടുണ്ട്. വറദ്ദുൽ മിസ്ലി സൂറത്തൻ, സൂറത്തിൽ ഉള്ള ഒരു കോലത്തിൽ അതുപോലെ ഉണ്ട്. വറദ്ദുൽ മിസ്ലി, മിസ്ലിനെ മടക്കണം, സൂറത്തൻ സൂറത്തിൽ, കാരണം അതേ രൂപത്തിലുള്ള മറ്റൊരു സാധനം എന്നർത്ഥം. ഫിൽ മുതഖവ്വിമി, വില മതിക്കുന്ന സാധനം. അപ്പോൾ ഡ്രസ്സാണ് വാങ്ങിയതെങ്കിൽ അതേമാതിരി വേറെ ഡ്രസ്സ്, അതേ വിലയുള്ള വേറെ ഡ്രസ്സ് വാങ്ങി കൊടുക്കുക, അപ്പോൾ സൂറത്തിലുണ്ട്, അതേപോലത്തതാവില്ല. അപ്പോൾ അരിയാണെങ്കിൽ അതേപോലത്തെ അരിയായിരിക്കും, മനസ്സിലായല്ലോ. നേരെ മറിച്ച് ഡ്രസ്സാണെങ്കിൽ അതേപോലത്തെ ഡ്രസ്സ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷേ അതേ വിലയുള്ള എന്നാൽ ഡ്രസ്സ് എന്നുള്ളൊരു സൂറത്തിലുള്ള സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. കൽ ഹയവാനി, ഹയവാനിനെ പോലെ, വസിയാബി, സിയാബിനെ പോലെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ഭാഗം കടം വാങ്ങി കടം തിരിച്ചു കൊടുത്തു, അത് ഹലാലും ഹറാമും സുന്നത്തൊക്കെ ആവുന്ന സന്ദർഭങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് നമ്മൾ വിശദീകരിച്ചത് ആരിൽ നിന്നാണ് കടം വാങ്ങലും കൊടുക്കലൊക്കെ സ്വീകാര്യമാവുക, എന്താണ് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അഹ്ലു തബറോയിൽ നിന്നാണ് കടം സാധുവാവുക. അങ്ങനെ കടം വാങ്ങിയാൽ ആ വസ്തു അവൻ്റെ മിൽക്കിലുള്ളിടത്തോളം കാലം കൊടുത്തവൻക്ക് അത് തിരിച്ചു വാങ്ങാവുന്നതാണ് അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, വാങ്ങാവുന്നതാണ്. പിന്നെ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ്? സമാനമായതുണ്ടെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സൂറത്തിൽ അതിൻ്റെ രൂപത്തിലും കോലത്തിലൊക്കെ യോജിക്കുന്നതാണെങ്കിൽ അതാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു അല്ലേ. ഇതാണ് ഇത്രയും നമ്മൾ പറഞ്ഞ് വെച്ചത്, മനസ്സിലായോ നിങ്ങൾക്ക്? സംശയം അവിടെ കട്ടെ. പിന്നെ അല്ല, ഈ ക്ലാസ്സിൻ്റെ തന്നെ ചെറിയൊരു ഞാൻ പറഞ്ഞുതരാം.